ഇപ്പോൾ പരിമല പെരുന്നാളിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യ നമസ്കാരം കഴിഞ്ഞിട്ടൊരു റാസയായിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങും. അപ്പം റാസ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഒരു പെരുന്നാൾ മൂഡാണ്. പക്ഷെ അവിടെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു പാട്ടിനെ വളരെ ആവേശോജ്വലമായിട്ട് പാടിക്കൊണ്ടാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത്. ആ ഇടവകയിലുള്ള യുവാക്കളുടെ ഒരു വലിയൊരു എന്താ പറയുന്നത്, വലിയൊരു എനർജിയിൽ കുരിശുകളും എണ്ണമില്ലാത്ത അതെ 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 ആ ഒരു പ്രത്യേക ടോണിൽ ആ മണി മുഴക്കി ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്നും വളരെ ആവേശജലമായിട്ട് ഈ റാസ ഇറങ്ങുന്നു. ആ പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ പരിമല തിരുമേനിയുടെ ചരിത്രമാണ് ആ പാട്ടിൽ പറയുന്നത്. ഈ പാട്ട് ഉത്ഭവിക്കുന്നത് പരിമല തിരുമേനി മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ കാലം ചെയ്തു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് രൂപം കൊണ്ടൊരു പാട്ടാണ്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന വരിയാണ്, ചന്ദ്രനോട് ശോഭിക്കുന്ന നിൻ്റെ തിരുമുഖം ഞങ്ങളിനി എന്ന് കാണും എന്ന് പറയുന്നത്. പക്ഷെ മരണം നമ്മളെ എപ്പോഴും വേദനിപ്പിക്കുമെങ്കിലും ഈ വിശുദ്ധ പദവിയിൽ ഇരിക്കുന്ന ആളുകളുടെ എല്ലാം മരണമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. കാര്യം അവരാ മരണത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു വിജയത്തെയാണ്. അതെ 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 ഈ പാട്ടുകൾ പാടി അത് നമ്മളത് കാണേണ്ടുന്ന കാഴ്ച തന്നെയാണ്. അത് അനുഭവിച്ചറിയേണ്ടത്. പാട്ടൊക്കെ പാടി അവര് ഒന്ന് താന്ന് പൊങ്ങി അതൊക്കെ പൊങ്ങി ആ പാട്ട് പരിമലപ്പള്ളിയുടെ ഉള്ളിൽ നിന്ന് ആ പള്ളിക്കകത്ത് ആ മുഴക്കത്തിൽ നിന്ന് ഈ പള്ളി മണികളും ഈ പാട്ടുകളും കേട്ട് അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. അത് പള്ളിയുടെ മുന്നിലൂടെ വന്ന് കറങ്ങി പുറകുവശത്തൂടെ കയറും. ഇത്രയേ ഉള്ളൂ റാസ എന്ന് പറയുന്നത്. അവിടെ ചെണ്ടയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ മനുഷ്യരുടെ ആവേശം മാത്രമാണ് ആ റാസയുടെ. അതിനകത്ത് ഏറ്റവും വലിയ അട്രാക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുമേനിമാരുടെ ഒരു ശ്ലൈകിക വാഴ്വുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അതിൽ കാണാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിമല തിരുമേനി ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പം ഈ സഭയുടെ മെത്രാപ്പോലിത്തമാരെല്ലാം കൂടെ എഴുന്നള്ളി വരുമ്പോൾ പരിമല തിരുമേനിയുടെ അനുഗ്രഹം മേടിക്കുന്ന ഒരു ഫീലാണ് അവിടെ. അതെ 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 ആ അത്രയ്ക്ക് വലിയ പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണത്. അവിടെ ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും ത്യാഗം സഹിച്ച് വേദനകൾ സഹിച്ച് വന്ന് നിൽക്കുന്ന ജനങ്ങൾ, ഇപ്പോൾ കാറി വന്ന് ഇറങ്ങി നിൽക്കുന്നവരല്ല. ആ ഒരു ത്യാഗപൂർണമായിട്ട് വന്ന് നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് പരിമല തിരുമേനിയുടെ തന്നെ നേരിട്ടുള്ള അനുഗ്രഹമായിട്ട് കണ്ടിട്ടാണ് ആ ശ്ലൈകിക വാഴ്വിനെ കാണുന്നത്.